നീ എന്തിനാ പല്ലവി ഈ കല്യാണത്തിന് സമ്മതിച്ചത്? തന്റെ ചങ്ക് സുഹൃത്ത് രഞ്ജുവാണ് ചോദിക്കുന്നത്. എന്റെ പൊന്നു രഞ്ജു, ഞാൻ സമ്മതിച്ചതൊന്നുമല്ല. എല്ലാവരും കൂടി ചേർന്നങ്ങ് ഉറപ്പിച്ചതാ. ആ ബ്ലഡി തന്തയെ പറഞ്ഞാ മതിയല്ലോ. പല്ലവി ദേഷ്യത്തോടെ കോളേജ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നടന്നു. എന്നാലും ഇപ്പോഴേ ഒരു കല്യാണമെന്ന് പറയുമ്പോൾ തന്റെ ക്ലാസ്സിൽ ഇതുവരെ ആർക്കും ഒരു എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല. പോരാത്തതിന് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? പല്ലവിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കണം. ഒരുപാട് നേരത്തെ ആലോചനയ്ക്കൊടുവിൽ പല്ലവി ഫോണെടുത്ത് ആ ഗൗരവക്കാരന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഇന്നലെ അച്ഛന്റെ ഫോണിൽ നിന്നും നമ്പർ അടിച്ചു മാറ്റിയത് നന്നായി. ഹലോ, ഇത് ഗൗതം ചേട്ടനല്ലേ? പല്ലവി ഒരു പതർച്ചയോടെ ചോദിച്ചു. അതെ, ഇതാരാ സംസാരിക്കുന്നത്? മറുപുറത്ത് ഗൗരവം നിറഞ്ഞ ശബ്ദം. ഞാൻ പല്ലവിയാണ്. ഇന്നലെ പെണ്ണു കാണാൻ വന്ന ഞാൻ കെട്ടാൻ പോകുന്ന പല്ലവിയാണോ? അവന്റെ ശബ്ദത്തിൽ ചെറിയൊരു കുസൃതി കലർന്നിട്ടുണ്ടോ എന്ന് പല്ലവി സംശയിച്ചു. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്പം സംസാരിക്കണമായിരുന്നു, പല്ലവി ഗൗരവത്തിൽ ചോദിച്ചു. ശരി, കോളേജ് എവിടെയാണെന്ന് പറയൂ. ക്ലാസ് കഴിഞ്ഞു ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഈ ഗൗരവക്കാരന്റെ ശബ്ദത്തിന് ഇതെന്തൊരു മാറ്റം! പല്ലവി നെറ്റിച്ചുളിച്ചു. എന്നെ പിക്ക് ചെയ്യുകയൊന്നും വേണ്ട. ടൗണിലെ കഫേ 51 എത്തിയാൽ മതി. പല്ലവി അത്രയും പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. ഇങ്ങേർക്ക് ഇന്നലെ ഈ കല്യാണത്തിന് സമ്മതമല്ലായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ശബ്ദത്തിൽ ഒരു കാമുക ഭാവം. ഇനി എനിക്ക് തോന്നിയതാവുമോ? തോന്നിയതാവാം. ഒരു നെടുവീർപ്പോടെ പല്ലവി ക്ലാസ്സിലേക്ക് നടന്നു. നമുക്ക് രണ്ടുപേർക്കും ഈ കല്യാണത്തിന് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് നിന്ന് ഇത് മുടക്കാം. പല്ലവി തന്റെ മുന്നിലിരിക്കുന്ന ഗൗതമിനെ നോക്കി പറഞ്ഞു. ഈ ഗൗരവക്കാരൻ എന്താണ് ഒന്നും മിണ്ടാത്തത്? വന്നപ്പോൾ മുതൽ നോക്കിയിരിക്കുകയാണല്ലോ. പല്ലവിക്ക് ഒരു ചളിപ്പ് തോന്നി. അവന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന വണ്ണം അവൾ തല താഴ്ത്തി. ഗൗതം തന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കഷ്ടപ്പെട്ട് അടക്കി പിടിച്ചു. ഈ കുരുട്ടിനെ അങ്ങ് കെട്ടിയാലോ? സുഹൃത്ത് രോഹൻ പറഞ്ഞതിലും കാര്യമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ വീട്ടുകാരുടെ അനാവശ്യ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ എവിടെ പോയാലും ആരും അന്വേഷിക്കാൻ വരില്ല. എന്തായാലും 21 വയസ്സ് കഴിഞ്ഞാൽ ഉടൻ വിവാഹം നടത്തണമെന്നാണ് ജാതകത്തിൽ. അത് ഇവളല്ലെങ്കിൽ വേറെ ഒരാൾ. ഈ കുരുട്ടിന് തന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഇവളെത്തന്നെ കെട്ടുന്നതാവും ബുദ്ധി. ഗൗതം ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. പല്ലവിയുടെ കിളിനാദം അവനെ ചിന്തകളിൽ നിന്നുണർത്തി. ഗൗതം മുഖഭാവം പെട്ടെന്ന് ഗൗരവത്തിലാക്കി അവളെ നോക്കി. അവൾ വലിയ പ്രതീക്ഷയോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പല്ലവി, 18 വയസ്സ് കഴിഞ്ഞാൽ തന്റെ കല്യാണം പാരന്റ്സ് എന്തായാലും നടത്തും. ഇപ്പോൾ ഞാൻ പിന്മാറിയാലും വേറെ ഒരു ആലോചന ഉടനെ വരും. അവന്റെ വാക്കുകൾ കേട്ട് പല്ലവി ഒരു നിമിഷം ആലോചിച്ചു. ശരിയാണ്, അച്ഛൻ വേറെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണ്. പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പല്ലവി, എന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. എനിക്കും പല്ലവി അല്ലെങ്കിൽ വേറെ ഒരു പെണ്ണ്. ഈ ജാതകമാണ് ഇവിടുത്തെ വില്ലൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗൗതം ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. താൻ ഇമോഷണൽ ആവാതെ. ഇതിന് ആകെ ഒരു വഴിയുള്ളത് നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോവുക എന്നതാണ്. ഗൗതം പറയുന്നത് മനസ്സിലാകാതെ പല്ലവി അവനെ മിഴിച്ചു നോക്കി. അതായത് നമുക്ക് രണ്ടുപേർക്കും ഇതിൽ താല്പര്യമില്ല, സ്നേഹവുമില്ല. എന്നാൽ പിന്മാറാനും പറ്റില്ല. നമ്മൾ കല്യാണം കഴിക്കുന്നു. ഒരു അഗ്രിമെന്റിൽ നമുക്ക് ജീവിക്കാം. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ശരിക്കുള്ള പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കി പാരന്റ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് പിരിയാം. ഗൗതം പുരികം പൊക്കി തന്റെ ഐഡിയ എങ്ങനെയുണ്ട് എന്ന ഭാവത്തിൽ അവളെ നോക്കി. പല്ലവി അന്തം വിട്ട് അവനെ തന്നെ നോക്കിയിരുന്നു പോയി.